വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥന്റെ മരണം ഇപ്പോൾ പ്രതിപക്ഷം ഒരു രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ SFIക്കെതിരെയും CPMനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് കണ്ടുവരുന്നത്. ഇതിനോടെല്ലാം തന്നെ ഇപ്പോൾ നേതാക്കൾ തന്നെ നേരിട്ട് രംഗത്ത് വന്നുകൊണ്ട് പ്രതികരിക്കുന്നുണ്ട്. കാരണം CPIMനെതിരെ വലിയ രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെടുത്തി ഭരണപക്ഷത്തിന്റെ വിദ്യാർത്ഥി സംഘടനയായ SFI നടത്തിയ ഒരു കൊലപാതകമാണ് സിദ്ധാർത്ഥന്റെ മരണം എന്ന് വരുത്തി തീർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ഇവിടെ ഇത്തരത്തിലൊരു ദാരുണ സംഭവം നടക്കുമ്പോൾ അതിനെ തികച്ചും ഒരു രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ഉദ്ദേശമാണ് ഇവിടെ കണ്ടുവരുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഈ ഒരു വിഷയം ചർച്ച ചെയ്ത് അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് പലരും വിചാരിക്കുന്നത്. അതിന്റെ ഉദാഹരണമാണ് മജിസ്ട്രേറ്റിനെ പോയി നേരിട്ട് കണ്ടു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെ. മാത്രമല്ല CPIMന്റെ ഓഫീസിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതികളെയൊക്കെ ഒളിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തിയത് അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് CPIM എന്ന പാർട്ടിയെ ഈ ഒരു കേസിലേക്ക് വലിച്ചിഴയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. തീർച്ചയായിട്ടും ഇതിനെല്ലാം തന്നെ നേതാക്കൾ കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള മറുപടി പറയുന്നുണ്ട്. മജിസ്ട്രേറ്റിനെ പോയി കണ്ടിട്ടില്ല എന്നതിന് കൃത്യമായ മറുപടി CK ശശീന്ദ്രൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി ആയ P ഗഗാറിൻ അദ്ദേഹം പറയുന്നുണ്ട് CPMന്റെ ഓഫീസിൽ പ്രതികളെ ഒന്നും ഒളിപ്പിച്ചിട്ടില്ല. അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ വ്യാജമാണെന്ന് ഇപ്പോൾ നേതാക്കൾ തന്നെ നേരിട്ട് വന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു വിഷയത്തോട് പ്രതികരിച്ചുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നിട്ടുണ്ട്. പ്രതികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകുന്നുണ്ട്. ഇനി ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കേസിൽ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ SFI എന്ന സംഘടനയ്ക്ക് പങ്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെയും നടപടിയെടുക്കും എന്ന തരത്തിൽ തന്നെയാണ് PA മുഹമ്മദ് റിയാസ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ നമുക്ക് ആ രീതിയിൽ തന്നെ വിലയിരുത്താവുന്നതാണ്. കാരണം SFI എന്ന സംഘടന ക്യാമ്പസുകളിൽ റാഗിങ്ങിനെതിരെ പ്രതിഷേധിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഘടനയാണ് SFI. എന്നാൽ ഇതിനെതിരെ ഇത്തരത്തിലൊരു നിലപാടിനെതിരായി സംഘടനയിലെ മറ്റു പ്രവർത്തകർ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസ് പറയുന്നത്. അല്ല, പൂക്കോട് സംഭവം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. അതിൽ കുറ്റവാളികളായ X or Y ആരുമായിക്കൊള്ളട്ടെ അവർക്കെതിരെ കർക്കശ നിലപാട് സ്വീകരിച്ചു പോകുന്ന സമീപനമാണ് സർക്കാരിനുള്ളത്. അത് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു തരത്തിലും അംഗീകരിച്ചു പോകാവുന്ന ഒരു സംഗതിയല്ല. കേരളത്തിലെവിടെയും അതുണ്ടാവരുത്. കേരളത്തിൻ്റെ ക്യാമ്പസുകളുടെ പ്രത്യേകത ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം സംഭവങ്ങൾ വളരെ കുറവാണ്. ആ കുറവിന് കാരണം കേരളത്തിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപെടലാണ്. ഇവിടെ SFI എന്ന സംഘടന ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഏതിൽ? ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ഇത്തരം തെറ്റായ പ്രവണതകൾ ഉണ്ടാകാതിരിക്കാൻ, കേരളത്തിലെ കലാലയങ്ങളെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കാൻ SFI എന്ന സംഘടന വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതിൽ SFIയിൽ അത്തരം ചെറുത്തുനിൽപ്പുകൾ, കേരളത്തിലെ ഇത്തരം ക്യാമ്പസുകളിലെ അരാജകത്വ പ്രവണതകൾക്കെതിരെ ചെറുത്തുനിൽപ്പുകൾ നടത്തിയതിൻ്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ടവരുമുണ്ട്. SFIയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും റാഗിങ്ങിനെതിരെയും അരാജകത്വ പ്രവണതകൾക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്ത് വരുന്നവരാണ്. അതിൽ നിന്ന് വ്യത്യസ്ത നിലപാട് ആരെങ്കിലും ഒറ്റപ്പെട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കോംപ്രമൈസ് ഇല്ലാതെ കർക്കശ നിലപാടാണ് SFI സ്വീകരിച്ചു വരുന്നത്. എന്നാൽ ഇവിടെ ഇടുക്കി ജില്ലയിൽ ധീരജ് കൊല്ലപ്പെട്ട സമയത്ത് ചിലരങ്ങനെയല്ല എടുത്തത്. അത്തരം ആളുകളെ തോളിലേറ്റി നടക്കുന്ന സമീപനമാണ് പൊതുവെ സ്വീകരിച്ച് കണ്ടത്. എന്നാൽ ഇവിടെ ഈ വിഷയത്തിൻ്റെ ഗൗരവത്തെ, ഇതൊരിക്കലും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും ലോകത്തെവിടെ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. എന്നാൽ അതിനെ വളരെ ബോധപൂർവം പൊളിറ്റിക്കലി ചില താല്പര്യങ്ങളുടെ ഭാഗമായി ഈ പ്രവണത ആകെ SFI കാരണമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ അത് നടത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് നോക്കാനാണ്. അത് നടക്കാൻ പോകുന്നില്ല. എന്നാൽ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കലാലയങ്ങൾ ഇന്ത്യയിലെ മറ്റു പല കലാലയങ്ങൾ പോലെ വർഗീയ കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ആളുകൾ പഠിക്കുന്ന സ്ഥാപനങ്ങളാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ്. SFIയുടെ സാന്നിധ്യം അത്തരം ലക്ഷ്യത്തിന് തടസ്സമാണ്. മതവർഗീയവാദത്തിനെതിരെ ഇന്ത്യയുടെ ഭരണഘടന മുറുകെ പിടിക്കണം എന്ന നിലപാടൊക്കെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് SFI. അപ്പോൾ ഇന്ത്യയിൽ
നടക്കുന്ന ക്യാമ്പസുകൾ നടക്കുന്ന ഇത്തരം വൃത്തികേടുകൾക്കെതിരെ, മതവർഗീയ ധ്രുവീകരണ ശ്രമത്തിനെതിരെ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഭാവി തലമുറയെ ഇത്തരം മതവർഗീയ ധ്രുവീകരണത്തിൻ്റെ വക്താക്കളാക്കി മാറ്റുന്നതിന് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളായി കേരളത്തിലെ ക്യാമ്പസ് മാറാതിരിക്കാൻ കാരണം SFIയുടെ സാന്നിധ്യമാണ്. അപ്പോൾ SFI ദുർബലപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത് മതവർഗീയ ശക്തികൾ കൂടിയാണ്. അരാജകത്വ പ്രവണതകൾ വളരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരും ഇതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടല്ല ഇപ്പോൾ പ്രചരണം നടക്കുന്നത്. എന്തൊരു അറ്റാക്കാണ് SFIക്കെതിരെ നടത്തുന്നത്? ആരെങ്കിലും അത് ചർച്ച ചെയ്യുന്നുണ്ടോ? SFIക്കെതിരെ ഈ പറയുന്ന വലതുപക്ഷ രാഷ്ട്രീയ നിലപാടുള്ളവരും കേരളത്തിലെ മാധ്യമങ്ങളും വളഞ്ഞിട്ട് ആക്രമിക്കുകയല്ലേ SFI. യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ മോബ് ലിഞ്ചിങ് ആണ് SFIക്കെതിരെ ഈ പറയുന്ന വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും കേരളത്തിലെ ചില മാധ്യമങ്ങളും നടത്തുന്നത്. വളഞ്ഞിട്ട് ആക്രമിക്കുകയല്ലേ. SFIയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ ആട്ടി ഓടിക്കണം അയാളെ എന്ന് തോന്നുന്ന നിലയിലേക്കുള്ള അസംബന്ധ പ്രചരണങ്ങളല്ലേ SFIക്കെതിരെ നടത്തുന്നത്? ശരിയാണോ? നമ്മളൊരു ആത്മപരിശോധന നടത്തണം. ഈ സംഭവം തെറ്റ്, ഞെട്ടിക്കുന്നതാണ്, ഒരിക്കലും നടക്കാൻ പാടില്ല. ഇനി അതിനെതിരെ എല്ലാവരും ഒന്നിക്കണം. ആ നിലപാടിനോട് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്നതാണ്. എന്നാൽ ഇതിൻ്റെ ഒക്കെ പിന്നിൽ SFI ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. അതിൻ്റെ ഭാഗമായി SFIയെ വളഞ്ഞിട്ട് ആക്രമിക്കുക. അതിൽ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു നടപടി സ്വീകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സിദ്ധാർത്ഥന്റെ മരണം കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ പ്രതിക്കും തക്കതായ ശിക്ഷ ലഭിക്കുകയും വേണം. എന്നിരുന്നാൽ പോലും ഈ ഒരു വിഷയത്തിൽ പ്രതി അല്ലാത്തവരെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം ഉന്നം വെച്ചുകൊണ്ട് ആ ഒരു രാഷ്ട്രീയ പാർട്ടിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയെ മാത്രം ഉന്നം വെച്ചുകൊണ്ട് നടത്തുന്ന പ്രചരണങ്ങളൊക്കെ തന്നെ വ്യാജമാണെന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു നേതാക്കളുടെ എല്ലാം തന്നെ പ്രതികരണം. എന്നാൽ ഈ ഒരു വിഷയത്തിൽ സിദ്ധാർത്ഥന്റെ ഈ ഒരു മരണത്തിൽ തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേണ്ട നടപടി കൃത്യമായി ഉണ്ടാകുമെന്ന് PM മുഹമ്മദ് റിയാസ് ഉറപ്പ് നൽകുന്നുണ്ട്. മാത്രമല്ല, പ്രതികൾക്കെതിരെ അത് ആരും തന്നെ ആയിക്കോട്ടെ അവർക്കെതിരെ തീർച്ചയായിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകുന്നുമുണ്ട്.